കുറെ നേരം കൊണ്ട് വിളിക്കണം, ഫോൺ എടുക്കത്തില്ല. പുതിയ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വരാത്തതെന്നാണ് പ്രേക്ഷകരെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പുതിയ ക്വസ്റ്റ്യൻസും എടുത്ത് എല്ലാം റെഡി ആയിട്ട് വന്നിട്ട് പ്രോഗ്രാം ചെയ്യാൻ വിളിച്ചപ്പോൾ ആളില്ല. എവിടെയാണെന്തോ, വിളിച്ചിട്ട് പോലും എടുക്കണില്ല. ഇവിടെയാണ് ഇരിക്കുക. വരട്ടെ, ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് ഞാൻ ഇന്നലെ മെസ്സേജ് ഇട്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും, അറിയാൻ വയ്യ. എന്തായാലും ഞാൻ പറഞ്ഞ് ഇന്ന സ്ഥലത്താണ്, ഇതിൻ്റെ വേളിയുടെ ബാക്ക് സൈഡിലാണെന്നൊക്കെ. വരണമെങ്കിൽ വരട്ടെ. എന്നാലും ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ കാത്തിരിക്കും, ഇനി ഞാൻ പോകും. മണിയണ്ണ, ഞാൻ പോണില്ലെന്ന്. ആ പെണ്ണ് ചോദിക്കുന്ന ചോദ്യമൊന്നും ശരിയല്ല. ആളുകളെ മുന്നേ ഇരിക്കണതല്ലേ. പോണോ? ഇല്ല മണിയണ്ണ, അത് ശരിയല്ലെന്നാ. പ്രോഗ്രാം പിന്നെ നല്ല നല്ല ചോദ്യങ്ങളാണെങ്കിലല്ലേ നമുക്കത്. അല്ല, നമ്മളൊരു ഇമേജ് നോക്കണ്ടേ. ഓക്കെ, എന്തായാലും നോക്കട്ടെ. ഹലോ, അറിയാമോ ഈ ഫേസ്? കുറെ നേരമായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നലെ മെസ്സേജ് ഇട്ട് വാട്സാപ്പില്, ഇന്ന് പ്രോഗ്രാമിന് ഇന്ന സ്ഥലത്താണ് വരുന്നതെന്ന്. എന്നിട്ട് റിപ്ലൈ ഇല്ല. ഇന്ന് രാവിലെ 7 മണി മുതൽ ഞാൻ വിളിക്കാൻ തുടങ്ങി, ഇപ്പൊ 3 മണിയായി. എനിക്ക് സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. നല്ല ചോദ്യങ്ങളാണോ? അടിപൊളിയാണോ? കഴിഞ്ഞ നല്ല ചോദ്യങ്ങൾ അല്ലാത്തതുകൊണ്ടല്ലേ വരാത്തത്. അതുകൊണ്ട് ഞാൻ നല്ല ചോദ്യങ്ങൾ എടുത്തിട്ട് എപ്പോഴേ കാത്തിരിക്കണ്. കുസൃതി ചോദ്യം മാത്രമാണോ അതോ? കുസൃതി ചോദ്യം മാത്രമല്ല, ഇച്ചിരി ഒരു അറിവും കൂടെ കിട്ടാൻ വേണ്ടി 5 GK ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കെട്ടി. പിന്നെ ഇരിക്കും. ഇവിടെ സീറ്റും പിടിച്ചിട്ടിട്ട് ഞാൻ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ടിവിയുടെ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. അറിയാലോ, ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ജനലക്ഷങ്ങളാണ് നെഞ്ചിലേറ്റിയത്. അതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. അതെ, എന്തായാലും ഞാനിന്ന് വരണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിവ് നേടുവാനുള്ളതും അതോടൊപ്പം തന്നെ ചിന്തിക്കുവാനും നിങ്ങൾക്ക് ഒരവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരവസരം ഒരുക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വലുത് നമുക്ക് വേറെ ഒന്നുമില്ല അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഓക്കെ, സൂപ്പർ അല്ലേ? അടിപൊളിയാണോ? പക്ഷെ ഞാൻ താങ്കൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാം കേട്ടായിരുന്നു. കേട്ടോ, ആരെടുത്തോ സംസാരിച്ചോണ്ട് വരുന്നു, എന്റെ ക്വസ്റ്റ്യൻസ് മോശമാണ്, അതുകൊണ്ട് പോകുന്നില്ല. മണിയണ്ണൻ കൂടെ എന്നെ വിളിക്കും. ഏത് മണിയണ്ണായാലും എന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല അടിപൊളി. ഇപ്പൊ എവിടെയെങ്കിലും ഞാൻ പോവാതെയൊക്കെ വരുമ്പോഴത്തേക്കും മണിയണ്ണ എന്നെ വിളിക്കുന്നതാണ്. അതുകൊണ്ടാണ് മണിയണ്ണുമായിട്ട് സംസാരിക്കും. നിങ്ങൾ അങ്ങനെ കേട്ടു? ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ പാമ്പിന്റെ ചെവിയാണല്ലേ? അതെ. എന്തായാലും നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ എന്നത്തെയും പോലെ കാര്യങ്ങൾ പറയുകയാണ്. 10 ക്വസ്റ്റ്യൻസ്, അതായത് 5 GK ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 കുസൃതി ചോദ്യങ്ങളുണ്ട്. അതിൽ 10 ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ തരുന്ന വ്യക്തിയാണ് ഇന്നത്തെ കിങ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാം അല്ലേ? ഒരു കാര്യം പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞില്ല. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ബാലരാമപുരം കൈത്തറി മനോഹരമായ തുണിത്തരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും അടിപൊളി ചോദ്യങ്ങൾ ഇങ്ങോട്ട് പോരട്ടെ. അതെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കുസൃതി ചോദ്യമാണ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ്. ആരാണ്? ആ ഡാഷ് ഫില്ല് ചെയ്യണം. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ്. എന്താണ് പ്രേക്ഷകർ പറയുന്നത്? മനസ്സിലായി കാണും. അതെ, മനസ്സിലായി കാണും. അടിപൊളി ചോദ്യം കേട്ടോ. അതെ, എന്റെ ആ ഡാഷ് അടിപൊളിയാണ്, പക്ഷെ ഇയാളുടെ ഡാഷ് കൊള്ളത്തില്ല. എന്റെ ഡാഷിനൊരു കുഴപ്പം? അയ്യോ, ആ ഡാഷ് കൊള്ളത്തില്ല. എന്റെ ഡാഷ് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. എന്റെ ഡാഷ് ആണ് അടിപൊളി, പക്ഷെ ഇദ്ദേഹത്തിന്റെ ഡാഷ് കൊള്ളത്തില്ല. എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല ഏതാണ്? ആർക്കറിഞ്ഞൂടെന്നാ? ചെവി പറയാം താങ്കൾക്ക്. തിരുവനന്തപുരം. ചുമ്മാ തിരുവനന്തപുരം അല്ല, കേരളത്തിലെ ഒരു സംസ്ഥാനമാണ്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ഒരു ജില്ല ഉണ്ട്. മലപ്പുറം ഒന്നും അല്ല. ഇനിയിപ്പോ ആകെ 14 ജില്ലകളുണ്ട്. ഇനി 14 ജില്ലകളും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ആൻസർ പറയണം. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ചോദ്യം മനസ്സിലായി. എന്തായാലും ഈ ക്വസ്റ്റിന്റെ ആൻസർ ചിലർക്കൊന്നും അറിയത്തില്ലായിരിക്കും. തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കൂ, 10 ചോദ്യത്തിനും കമന്റ് ചെയ്യുന്നവർക്കാണ്
ബാലരാമപുരം കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങൾ സമ്മാനമായി ലഭിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ അറിവില്ലാത്ത കുറച്ച് പേർ കാണുമായിരിക്കാം, പക്ഷെ അവർക്ക് ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കുമ്പോൾ ആൻസർ കിട്ടുമ്പോൾ ഒരു അറിവും കൂടിയായി അല്ലേ? അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ കൊടുക്കാൻ പറ്റുമോ അതിന്? കായില തുടങ്ങുന്ന ഇറിൽ അവസാനിക്കും. കായലിൽ തുടങ്ങി ഇനിയിപ്പോ പറയണ്ട, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തായാലും ഇറിൽ അവസാനിക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രസകരമായ ക്വസ്റ്റ്യൻ ആണ്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക് ഏതാണ്? രാരീരം. അത് രമ്മല്ലേ? ഇത് രായിൽ തുടങ്ങി രായിൽ തന്നെ അവസാനിക്കും. രായിൽ തുടങ്ങി രായിൽ തന്നെ അവസാനിക്കും. സെന്ററിൽ ഒരു അക്ഷരമുണ്ട്. ആ അക്ഷരം ചെണ്ടയിലുണ്ട്. ചെണ്ടയിൽ മനസ്സിലായ? ഒരു അക്കത്തിന്റെ പകുതിയാണ്. ഒരു അക്കത്തിന്റെ പകുതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. എന്തായാലും മാന്യ പ്രേക്ഷകരായി നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യും, സമ്മാനം നേടൂ. അതോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. അത് വളരെ അനുശ്രീ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇന്നും ഞങ്ങളൊരു 5 എപ്പിസോഡിൽ 5 രാജാക്കന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. കാരണം കമന്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അതെ, ഫോൺ നമ്പർ മാത്രം ഒന്ന് ജസ്റ്റ് അതെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് അതിന്റെ കൂടെ അങ്ങ് ഇട്ടിരുന്നാൽ മതി. ഞങ്ങൾ വിളിച്ചോളാം. അല്ലാതെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനൊന്നും ഒരു വഴിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ GK ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. വിഴിഞ്ഞം പദ്ധതി അല്ല. വിഴിഞ്ഞോ എന്ന് ചോദിക്കാൻ വിഴിഞ്ഞം കേട്ടിട്ടില്ലേ? വിഴിഞ്ഞോ അല്ല. അല്ല അല്ലെങ്കിൽ വേണ്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എനിക്ക് വയ്യ. മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ, സമ്മാനം നേടൂ. അടുത്തത് സൂചിക്കാലിൽ വട്ടം തിരിയുന്ന മുട്ടത്തലയും കുട്ടപ്പൻ ആരെന്ന് പറയാമോ? അയ്യോ, അവിടെ നിന്നൊരു മുട്ടത്തലയും മാമൻ പറയണം. ഇനി മുട്ടത്തലയെന്ന് മാമനെ വിളിച്ചതായിട്ട് ഇവിടെ അടിയാവും. ഇതുവരെ നമുക്ക് പതുക്കെ ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സൂചിക്കാലിൽ വട്ടം തിരിയും മുട്ടത്തലയും കുട്ടപ്പൻ ആരാണ്? മാമൻ തിരിച്ചുപോയി. ഭാഗ്യം. എനിക്ക് പടിയാന്. എന്തായാലും പ്രേക്ഷകർ ആൻസർ പറയും. ഇത് കൊച്ചിലേക്ക് നമ്മൾ കളിക്കണ ഒരു കുട്ടപ്പൻ ഇങ്ങനെ അങ്ങ് ആക്കി വിടുമ്പോ തറയിൽ കിടന്ന് ഇങ്ങനെ അങ്ങ് കറങ്ങും. എനിക്ക് മനസ്സിലായി. ചേട്ടൻ കുറെ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ. ഇപ്പൊ പക്ഷെ അത് കാണാനില്ല. പണ്ട് കാലത്താണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ പിള്ളേര് അത് കഴിഞ്ഞ് കാറ് വരെ ഉണ്ടാക്കി. ഇന്നിപ്പോ ഞങ്ങൾ കണ്ടു ടിപ്പർ ഉണ്ടാക്കി സ്വന്തമായിട്ട് മണ്ണടിക്കുന്നു. ആ ഒരു നിലയിലോട്ട് കുട്ടികൾ വളർന്നു അല്ലേ? മക്കള് അത്രത്തോളം വളരാത്തത്. ഇതിന് ബ്രെയിൻ ഉണ്ടെങ്കിലല്ലേ വളരൂ. ഇതിൽ മുടി മാത്രമല്ലേ ഇങ്ങനെ ഇരിപ്പുള്ളൂ. എനിക്ക് അടികൂടാൻ. എന്തായാലും ചോദ്യം മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്ത് സമ്മാനം നേടും. അടുത്ത ചെറിയൊരു അറിവ് നേടാം. നമ്മുടെ ഈ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഒരു ജില്ല ഉണ്ട് എന്ന് പറയാമോ? അറിഞ്ഞൂടാ. അപ്പൊ അറിയാമോ ചോദിക്കട്ടെ. പൊയ്യമുക്ക്. അതേത് ജില്ല? തിരുവനന്തപുരം ജില്ല. ആറ്റിങ്ങല്. തിരുവനന്തപുരം ജില്ലയും പൊയ്കമുക്കൊന്നും അല്ല. അവിടെ മറ്റേ സോമേണ്ണതാണ് ഞാൻ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഞാൻ പറയുന്നത്. അയ്യോ, ചെറിയ കുഴപ്പമുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ പോകുന്നു. അടുത്ത എപ്പിസോഡിൽ മിക്കവാറും പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദ്യം. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല. കേരളത്തിലെ ജില്ല. ഈ ഒരു ജില്ല ഉണ്ടല്ലോ, കേരളത്തിലെ അവസാനമായിട്ട് രൂപീകൃതം കൊണ്ട ഒരു ജില്ല. അതെ അതെ. എന്തായാലും ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഉത്തരം മനസ്സിലായില്ല. ഇല്ല. മാന്യ പ്രേക്ഷകരായ 1984 തോന്നുന്നു ഈ ജില്ല രൂപം കൊണ്ടത്. അങ്ങനത്തെ ഒരു ജില്ല ഉണ്ട്. എന്തായാലും ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഒരു ജില്ല. നിങ്ങൾ എന്തായാലും കമന്റ് വഴി നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ഇല സദ്യക്ക് മുൻപനാണ്, പക്ഷേ ഇലയ്ക്ക് പിൻപനാണ്. ഏതാണ് ഇത്? എല്ലാ കറിയിലിടുന്ന മിക്ക കറികളിലും എല്ലാത്തിലും ഉണ്ട്. അത് നമ്മൾ ഇട്ടാലും കഴിക്കാൻ നിൽക്കില്ല. എന്തായാലും എനിക്ക് ഉത്തരം മനസ്സിലായി. മാന്യ പ്രേക്ഷകരായ നിങ്ങൾ ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ, സമ്മാനം നേടൂ. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ ചെറിയൊരു GK ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? ആർക്കറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ
പറ. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല എവിടെയാണ്? ഏത് ജില്ല? നമ്മുടെ കേരളത്തില്. 14 ജില്ലയിൽ ഏതെങ്കിലും ഒരു ജില്ല ആയിരിക്കും. അത് അങ്ങനെ തന്നെ, അതെല്ലാവർക്കും അറിയാലോ. എന്തിനാണ് ഞാൻ പറയണില്ല, പ്രേക്ഷകർ കേൾക്കാൻ. ഞാൻ പറഞ്ഞുതരാം. വയനാട്. വയനാടല്ല. അല്ല. ക്ലൂ തരാം. കോയില് തുടങ്ങും, എമ്മിൽ അവസാനിക്കും. അങ്ങനെ ഒരു ജില്ല ഉണ്ട്. അതിന്റെ സെന്ററിൽ ഒരു അക്ഷരം കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് ആ ഒരു ജില്ല ആവും. അല്ല, അത് ഡൂലല്ലേ അവസാനിക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്തായാലും പ്രേക്ഷകർക്ക് അതിന്റെ ആൻസർ മനസ്സിലായി കാണും. മാന്യ പ്രേക്ഷകർക്ക് മുമ്പേ മനസ്സിലായി കാണും. കാരണം ഞങ്ങളെ കണക്കല്ലല്ലോ, നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതെ, എനിക്ക് ബുദ്ധിയുണ്ട് കേട്ടോ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാണില്ലാത്ത വില്ല് ഏതാണ്? ഞാണ് ഇല്ലാത്ത വില്ല് ഏത്? ഞാനെന്ന് പറഞ്ഞാൽ അമ്പില്ലാത്ത. ഞാണ് നമ്മൾ ഈ അതെ ഇങ്ങനെ പിടിക്കുന്ന സാധനം ഇല്ലേ, ആ സാധനം ഇല്ലാത്ത വില്ലുണ്ട്. വില്ല് മഴക്കാലത്തൊക്കെ ഈ വില്ല് ഇങ്ങനെ വന്ന് നിൽക്കും. പല കളറില് 7 കളറില്. എനിക്ക് തോന്നുന്നു അന്തരീക്ഷത്തിലെ ഓട്സോൺ പാളിയൊക്കെ പോയതിന് ഇപ്പൊ കാണാനേ ഇല്ല. കാണാനില്ലെന്നോ? മഴവില്ലിനെയും അടിച്ചു കൊന്നെന്ന് തോന്നണം. എനിക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ചെറിയ അറിവ് നേടാനുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? വേളി ടൂറിസ്റ്റ് വില്ലേജ്. ഒരു കുളം. വേളി ടൂറിസ്റ്റ് വില്ലേജ് ഉദ്യാനം കണ്ടില്ലേ? അടിപൊളി ഉദ്യാനമല്ലേ? എന്തായാലും കുളം വരുന്ന ആൻസർ ആണ്. കുളം വരുന്നതാണ്. കഠിനംകുളം അതെവിടെ? ഒരു കുളം വരുന്ന ആൻസർ ആണ്. എന്തായാലും ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അതെ, കമന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇന്നത്തെ കിങ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് പരാതി പറയുന്നു, നമ്മള് പ്രൈസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവ് വീഡിയോ. ഈ എപ്പിസോഡ് കാണുന്നവർ ഒന്ന് ലൈവ് വീഡിയോ കൂടി ഒന്ന് കയറി നോക്കുക. VMTV ന്യൂസിന്റെ വിഘ്നേശ്വര മീഡിയ ടിവിയുടെ ഒരു ലൈവ് വീഡിയോ കാണുക. കാര്യം പ്രൈസ് കിട്ടുന്ന 5 എപ്പിസോഡിന് ഞങ്ങളുടെ ആ ഒരു ലൈവ് വീഡിയോ ഇട്ടേക്കുന്ന VMTV ന്യൂസിലാണ് കേട്ടോ. അത് ഞങ്ങളുടെ ഒരു ന്യൂസ് ചാനലാണ്. അതാണ് ഞങ്ങളുടെ ഈ ഒരു ചാനലിൻ്റെ ഉൽപ്പത്തിയിൽ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ ലൈവ് കണക്ട് ചെയ്തേക്കുന്നത് VMTV ന്യൂസിലായതുകൊണ്ട് നിങ്ങളെല്ലാവരും VMTVയിൽ കയറുന്നവർ VMTV ന്യൂസിൽ കയറി ആ ലൈവ് കാണേണ്ടതാണെന്ന് ഒരു അപേക്ഷയുണ്ട്. കാര്യം ആർക്കാണോ പ്രൈസ് അടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷ കാണും. ഇത് റിയൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്നുള്ള പരാതികളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊന്ന് കേട്ട് 10 കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ ഈ ഒരു അടിപൊളി പ്രോഗ്രാം അല്ലേ? അടിപൊളി പ്രോഗ്രാം. അത് പ്രേക്ഷകരാണ് പറയാനുള്ളത്. അതാണ് വേണ്ടത്. നിങ്ങൾ പറയണം ഇത് അടിപൊളിയാണോ അതോ ഇത് നല്ല പ്രോഗ്രാമാണോ, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, കുറച്ചെന്തെങ്കിലും ചേഞ്ച് ആക്കാനുണ്ടോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഞങ്ങളുടെ ഈ എളിയൊരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഞങ്ങൾ 2 പേരും വിട പറയുകയാണ്.